INTUC സംസ്ഥാന ഭാരവാഹികളും തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റും സംയുക്തമായി നടത്തുന്ന വാർത്താ സമ്മേളനമാണ്. ഇതിൻ്റെ ഒരു കുറിപ്പ് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായി ഇങ്ങനത്തെ വാർത്താ സമ്മേളനം വിളിക്കാൻ കാരണം രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് INTUC അതിൻ്റെ സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം കേന്ദ്രമായി ഒരു തിരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചിരിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. INTUCയുടെ പേരിലൊരു തിരഞ്ഞെടുപ്പ് സമിതി രൂപീകരിക്കുന്നതിന് സംഘടന തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഔദ്യോഗികമായി ഒരു തിരഞ്ഞെടുപ്പ് സമിതിയും നിലവിലില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് INTUCയിൽ നിന്ന് അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ട ചില ആളുകളും 2024 മെമ്പർഷിപ്പ് വെച്ചാണ് പുതിയ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ആ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ക്വാളിഫൈ ചെയ്യാൻ കഴിയാത്ത യൂണിയനുകളുടെ ചില ആളുകളും ചേർന്നാണ് ഒരു തിരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചിരിക്കുന്നതായും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളും പ്രസ് റിലീസുകളും കൊടുത്ത് ചില വിഭാഗീയ പ്രവർത്തനങ്ങളെന്ന് പറയാം, ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. INTUCയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് 2012 മുതൽ തുടർച്ചയായി എല്ലാ 4 വർഷത്തിലൊരിക്കലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സംഘടനയാണ്. അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലകളിലേക്കുള്ള കമ്മിറ്റികളിലേക്കും എല്ലാ 4 വർഷത്തിലും ഒരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കും. തുടർച്ചയായി 2012 മുതൽ 3 തെരഞ്ഞെടുപ്പുകൾ നടന്നു. കോവിഡ് വന്നപ്പോൾ 2 വർഷക്കാലം തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 2024 മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഖിലേന്ത്യാ തലത്തിലും INTUCയുടെ പ്ലീനറി സമ്മേളനം ചേർന്ന് 2024 മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാം. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ അവർ ചേർന്നൊരു സമിതി ഉണ്ടാക്കി സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഒരു തിരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന ഈ സംഘടനാ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് INTUC ആയാലും CIT ആയാലും BMS ആയാലും എല്ലാ ട്രേഡ് യൂണിയനുകൾക്കും അതിൻ്റേതായ ചില ക്വാളിഫൈ ചെയ്യുന്ന യൂണിയനുകളൊക്കെ അവരുടെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റും. അതിനൊന്ന് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന് INTUCയിൽ അഫിലിയേഷൻ വേണം. എല്ലാ വർഷവും ഓരോ തൊഴിലാളിക്കും 3 രൂപ വീതം INTUCയുടെ അഖിലേന്ത്യാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും അഫിലിയേഷൻ ഫീസ് അടയ്ക്കണം. 100 തൊഴിലാളി ഉണ്ടെങ്കിൽ 300 രൂപ അഫിലിയേഷൻ ഫീസ് അടയ്ക്കണം. 100 തൊഴിലാളിക്ക് ഒരാളിന് ജില്ലാ INTUCയുടെ ജനറൽ കൗൺസിലിൽ വരാം. 500 തൊഴിലാളികളുള്ളൊരു യൂണിയനിൽ നിന്ന് ഒരാളിന് സംസ്ഥാന INTUCയുടെ ജനറൽ കൗൺസിലിൽ വരാം. 5000 പേരുള്ള യൂണിയനുകളിൽ നിന്ന് ഒരാളിന് അഖിലേന്ത്യാ INTUCയുടെ ജനറൽ കൗൺസിൽ വരാം. ആ കൗൺസിൽ മെമ്പർമാരാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് 2022 നടന്ന തെരഞ്ഞെടുപ്പിൽ 472 യൂണിയനുകളാണ് INTUCയുടെ ക്വാളിഫൈ ചെയ്ത യൂണിയൻ. അവരാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. അപ്പോൾ അന്ന് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് അന്ന് ക്വാളിഫൈ ചെയ്യാത്ത അവർക്കൊന്നും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, കൃത്യമായി അഫിലിയേഷൻ ഫീസ് ഓൾ ഇന്ത്യ കമ്മിറ്റിക്കും സ്റ്റേറ്റ് കമ്മിറ്റിക്കും അടയ്ക്കാറില്ല. ആ യൂണിയനുകളാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അവരാണ് ഇപ്പോഴും തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിച്ച് ഇത്തരത്തിലുള്ള അവമതിപ്പുളവാക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്നു. അത് നടത്തുന്ന ആളുകൾക്കെതിരെ ഞങ്ങളുടെ വാർത്താ സമ്മേളനം വിളിച്ച് ഇത് പറയാൻ കാരണം, അങ്ങനെ സംഘടനയ്ക്ക് അഭിമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ സംഘടനയ്ക്കകത്തുള്ള ആളുകൾ, ഇപ്പോൾ ഇതിനകത്ത് KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി, മിൽമ, കെൽട്രോൺ, KTDC തുടങ്ങിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അൺഓർഗനൈസ്ഡ് സെക്ടറുകളിലെ യൂണിയനുകൾ, അവരാണ് ഇതിനകത്ത് രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനുള്ളത്. അങ്ങനെ ഏതെങ്കിലും യൂണിയനുകളിലുള്ള ആരെങ്കിലും രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനുള്ള അഫിലിയേഷൻ അടച്ചിട്ടുള്ള ഏതെങ്കിലും സംഘടനകൾ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചാൽ അവരെ ഞങ്ങൾ സംഘടനാപരമായ നടപടി സ്വീകരിക്കും. അതിന് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന INTUC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത് പറയാൻ കൂടിയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ഇനി INTUCയുമായി ബന്ധമില്ലാത്ത ആളുകൾ, INTUCയിൽ അഫിലിയേറ്റ് ചെയ്യാത്ത, അഫിലിയേഷൻ ഫീസ് അടയ്ക്കാതെ, എന്നാൽ ഞങ്ങൾ INTUC ആണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന് ഇനി തിരിഞ്ഞാൽ അവരെ പേരിൽ ഞങ്ങൾ സിവിലായും ക്രിമിനലായും നിയമ നടപടികൾ സ്വീകരിക്കും. ഇത് INTUC സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഓൾ ഇന്ത്യ കമ്മിറ്റിയും ചേർന്നെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ വാർത്താ സമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരുന്നത്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ 472 യൂണിയനുകൾ പങ്കാളികളായതാണ്. അഖിലേന്ത്യാ INTUC നിയോഗിക്കുന്ന റിട്ടേണിംഗ് ഓഫീസറും ഒബ്സർവർമാരുടെ സാന്നിധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓൾ ഇന്ത്യ കമ്മിറ്റിയാണ് റിട്ടേണിംഗ് ഓഫീസറെ തീരുമാനിക്കുന്നത്. അവർ തന്നെയാണ് ഒബ്സർവർമാരെ തീരുമാനിക്കുന്നത്. ഒരു കേരളത്തിലുള്ളവരേ ആയിരിക്കത്തില്ല. കഴിഞ്ഞ തവണ റിട്ടേണിംഗ് ഓഫീസർ തമിഴ്നാട് INTUCയുടെ പ്രസിഡന്റ് ജഗന്നാഥനായിരുന്നു. അതിനു മുമ്പ് മഹാരാഷ്ട്ര INTUCയുടെ പ്രസിഡന്റാണ്. അതിന് തൊട്ട് മുമ്പുള്ള INTUCയുടെ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ ചുമതല വഹിച്ച റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ അഖിലേന്ത്യാ INTUC തീരുമാനിക്കുന്ന റിട്ടേണിംഗ് ഓഫീസറും അവർ വയ്ക്കുന്ന ഒബ്സർവർമാരുടെ സാന്നിധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളുടെ ചില പ്രചരണങ്ങളാണ് അത് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ, സംസ്ഥാന കമ്മിറ്റിക്കെതിരെ ഉള്ള പ്രചരണങ്ങൾ വ്യാപകമായി നടത്തുന്നത്. അത് സംഘടനയ്ക്ക് അപമതിപ്പുണ്ടാക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് അവരുടെ പേരിൽ നടപടിയെടുക്കുമെന്ന് പരസ്യമായി പറയുന്നതിന് വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം ഞങ്ങൾ വിളിച്ചത്. ഒടുവിലത്തെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 2024 മെമ്പർഷിപ്പ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പല ആളുകളും കോടതികളിൽ പോകാറുണ്ട്, കേസ് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും നിരവധി യൂണിയനുകൾ ഹൈക്കോടതിയിൽ പോയിരുന്നു. ജില്ലാ കോടതിയിൽ, തിരുവനന്തപുരത്ത് ജില്ലാ കോടതിയിൽ പോയിരുന്നു, ഹൈക്കോടതിയിൽ പോയിരുന്നു. ഈ കോടതിയിൽ പോയ കേസുകളൊക്കെ തന്നെ സ്കോഷ് ചെയ്തതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നത്. ആ കേസുകളൊക്കെ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതിയിലടക്കം, ഇപ്പോഴും ഹൈക്കോടതിയിൽ 2 കേസുണ്ടായിരുന്നു. ആ കേസ് ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്തിരുന്നു. അതെല്ലാം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെതിരായി പലപ്പോഴും INTUCയുടെ ബന്ധമുണ്ടെന്ന് പറയുന്ന ആളുകൾ കോടതിയിൽ പോയി ഇത് തടസ്സപ്പെടുത്താൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം തെരഞ്ഞെടുപ്പ് അടക്കം 18 കേസുകളാണ് INTUCക്കെതിരെ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതി അടക്കം, കോഴിക്കോട് ഉണ്ടായിരുന്നു, മലപ്പുറം ജില്ലാ കോടതിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ കേസുകളെല്ലാം സ്കോഷ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടുള്ളത്. ഇത്തവണയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറേ ആളുകൾ കേസിന് പോകാറുണ്ട്. അത് പക്ഷേ ഒരു വഴിക്ക് നടക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് വേറെ നടക്കും. അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. മറ്റൊന്ന് മെയ് ദിനം, രണ്ടാമത്തെ വിഷയം. ഇത്തവണത്തെ മെയ് ദിനം യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കാനാണ് INTUC തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 4 വർഷമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്ന അമേരിക്ക മുൻകൈയെടുത്ത് നടക്കുന്ന യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം, അതുപോലെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങിയ യുദ്ധങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. മലയാളികൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ തൊഴിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ ആളുകൾ രാജ്യത്തേക്ക്, സംസ്ഥാനത്തേക്ക് മടങ്ങി വരേണ്ടി വന്നിട്ടുണ്ട്. അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ഊർജ്ജ പ്രതിസന്ധിയായാലും വിലക്കയറ്റമായാലും തൊഴിൽ നഷ്ടമായാലും ഒരു വലിയ ദുരിതപൂർണമായൊരു അന്തരീക്ഷം ഈ യുദ്ധം മൂലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന എന്നുള്ള നിലയിൽ ഈ മേഖലയിൽ ഇതിൽ പ്രതികരിക്കാനും യുദ്ധം സ്റ്റോപ്പ് ദ വാർ എന്ന ഒരു സ്ലോഗൻ ഉയർത്തിക്കൊണ്ടാണ് ദേശീയ തലത്തിൽ ഇത്തവണ ഞങ്ങളുടെ മെയ് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊന്ന്, തൊഴിലുറപ്പ് പദ്ധതി, രാജ്യത്ത് നിലനിന്നിരുന്ന തൊഴിലുറപ്പ് പദ്ധതി സർക്കാർ റദ്ദ് ചെയ്യുകയും മറ്റൊരു പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യവ്യാപകമായ പ്രക്ഷോഭം. അത് INTUCയും മറ്റ് ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് നടത്തുന്ന സംയുക്തമായ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടക്കുകയാണ്. അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ ഞാൻ INTUC ജില്ലാ പ്രസിഡന്റും ഓൾ ഇന്ത്യ INTUCയുടെ സെക്രട്ടറിയുമാണ് VR പ്രതാപൻ. INTUCയുടെ സംസ്ഥാന സെക്രട്ടറിമാരെ P. ബിജു, അദ്ദേഹം വാട്ടർ അതോറിറ്റി യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. ശ്രീ AK സനിൽ, സംസ്ഥാന INTUCയുടെ സെക്രട്ടറിയാണ്. KTDCയിലെ INTUCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ അബ്ദുൽ സലാം, ജില്ലാ INTUCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ബ്രഹ്മോസ് എയ്റോസ്പേസിലെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്.